എല്ലാവർക്കും മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു നല്ല ദിവസമെന്നാണോ ഒരു മോശം ദിവസമെന്നാണോ? തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നിങ്ങളുടെ മറുപടി വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു എന്നതായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഒരു കാര്യങ്ങൾ അറിയാവുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് അതൊരു നല്ല ദിവസമായിരുന്നു എന്ന് തീർച്ചയായിട്ടും അവരുടെ മറുപടി എങ്ങനെയായിരിക്കും? ഇതാണ് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഈ ഇൻവെസ്റ്റിംഗ് ഓക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിക്കാനുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പല ആളുകളും മികച്ച രീതിയിൽ കോഴ്സുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ അതിനൊക്കെ വളരെ വലിയ പൈസകൾ ഈടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ വാങ്ങി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങളുടെ കോഴ്സ് എന്നത് വളരെ തുച്ഛമായി, നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രം വാങ്ങിയ ശേഷം നിങ്ങളെ മലയാളത്തിൽ അതിമനോഹരമായിട്ടൊരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് നല്ലൊരു ദിവസവും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവരുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ റെഡിലേക്ക് പോകുന്ന ഒരു ദിവസവുമായിരുന്നു നമ്മളിന്ന് കണ്ടത്. കാരണം നിഫ്റ്റി അടുത്ത സമയത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു നല്ല കറക്ഷൻ നിഫ്റ്റിയിൽ കണ്ടു, അല്ലേ? ഒരു നല്ല കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന ആളുകൾക്കാണ് ഇതൊരു നല്ല കറക്ഷൻ എന്ന് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കോവിഡ് ശേഷം മാർക്കറ്റിലേക്ക് വന്ന പലർക്കും ശരിക്കും നല്ല ഒരു കറക്ഷൻ അവർ കണ്ടിട്ടില്ല എന്നാണ് സത്യം. കോവിഡിന് ശേഷം നമ്മൾ ഏത് ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം പച്ച തൊട്ട് പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുതരുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം അല്പനാളൊന്ന് ലോസിലേക്ക് നിന്നാലും 1, 2, 3 ആഴ്ചക്കുള്ളിൽ തന്നത് പ്രോഫിറ്റിലേക്ക് പോകുന്ന രീതിയായിരുന്നു. ശരിക്കും പുതിയ ആളുകൾക്ക് ഇത് മാത്രമാണ് അറിയാവുന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയും കുറേ നാൾ തങ്ങളുടെ പോർട്ട്ഫോളിയോ റെഡിലേക്ക് പോകുന്ന രീതിയൊന്നും പലരും പുതുതായിട്ട് വന്നവർ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ റെഡിലേക്ക് പോകുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുതരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് എന്ത്? ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് അതിഭീകരമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണിച്ചത്. ശരിക്കും ഒരു 3-3.5% ഇടിവാണെന്ന് നിഫ്റ്റിയിൽ കാണുവാൻ സാധിച്ചത്. ഇതേ രീതിയിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കാണുവാൻ സാധിച്ചത്. അതിശക്തമായിട്ടുള്ള ഒരു ബെയറിഷ് രീതിയിലേക്ക് നിഫ്റ്റി വന്നു. ഒരു നല്ല ബ്ലീഡിങ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ കാണുവാൻ സാധിച്ചത്. അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അമേരിക്കയുടെ ആ സാമ്പത്തിക മേഖലയൊക്കെ അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്നൊരു തോന്നൽ ആളുകളിലേക്ക് വന്നു. കാരണം പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു ജോബ് ഡേറ്റ വന്നു. അങ്ങനെ പല ഡേറ്റകളും അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ടായി. ഒരു പക്ഷേ നമ്മളുടെ മാർക്കറ്റിനേക്കാൾ കൂടുതലും US മാർക്കറ്റൊക്കെ നല്ലൊരു ഓവർ ബോട്ട് എന്ന രീതിയിലായിരുന്നു നിന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഒരു കറക്ഷൻ തന്നെയാണ്. പക്ഷേ കൂനിന്മേൽ കുരു എന്ന രീതിയിൽ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷം കൂടി കയറി വന്നു. ഇത് മാത്രമല്ല, അമേരിക്ക പറഞ്ഞു ഏത് നിമിഷവും ഇസ്രയേലിനെ ഇറാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതി കൂടി പറഞ്ഞതോടുകൂടി മാർക്കറ്റ് കുറച്ചുകൂടി താഴേക്ക് വീഴുന്ന ഒരു രീതിയിലേക്ക് വീണു എന്നതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിൽ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റോ വളരെ ഒരു ഓവർ ബോട്ടിൽ നിൽക്കുകയായിരുന്നു. ഒന്ന് വീഴാൻ ഒരു കാരണം കാത്തു നിൽക്കുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ്. തീർച്ചയായിട്ടും ആ ഒരു അനിവാര്യമായിട്ടുള്ള കറക്ഷൻ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. നോക്കൂ, നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നാളായിട്ട് നിഫ്റ്റി നോക്കൂ വളരെ വലിയൊരു ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി പോവുകയായിരുന്നു, അല്ലേ? ഒരു നല്ലൊരു കറക്ഷൻ ഇല്ലാതെ നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോകുന്ന നിഫ്റ്റിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. നോക്കൂ, ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കറക്ഷൻ നേരത്തെയൊക്കെ നടന്നിരുന്നു പലപ്പോഴും. പക്ഷെ അതിനുശേഷം എന്താണ് നടന്നിട്ടുള്ളത്? അതിനുശേഷം ഇവിടെ നിന്ന് കയറിയ നിഫ്റ്റിയിൽ നല്ലൊരു കറക്ഷൻ ശരിക്കും വന്നിട്ടില്ല. നമ്മുടെ ആ ഇലക്ഷൻ ഡേ നമുക്കങ്ങ് കളയാം. ആ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നല്ല കറക്ഷൻ വന്നാൽ മാത്രമേ അതൊരു സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ നേരത്തെ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കറക്ഷൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഇനി അതിന്റെ റേഞ്ച് ഏതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അല്ലേ? പ്രധാനപ്പെട്ട റേഞ്ച് 24,300 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം 23,800 എന്ന റേഞ്ചും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മളുടെ ആ ഒരു 300 എന്ന റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയുക, പുഷ്പം പോലെ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു എന്ന് പറയാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ മാർക്കറ്റ് വരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് എന്നാൽ 23,800 എന്ന ഒരു റേഞ്ചാണ്. ഓൾറെഡി 24,000 ഒക്കെ ബ്രേക്ക് ചെയ്തു, അല്ലേ? 2 വട്ടം 24,000 ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ
പ്രധാനപ്പെട്ട റേഞ്ച് 23,800 എന്നതാണ് എന്നത് പ്രത്യേകം ഓർക്കുക. ശരിക്കും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, നല്ല രീതിയിൽ ഒരു റെഡിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നത്. US മാർക്കറ്റിന്റെ കണ്ടീഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നാസ്ഡാക്ക് ഒക്കെ ഒരു 600 പോയിന്റ് ഡൗൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഡൗ ജോൺസ് ഒരു 1000 പോയിന്റിന്റെ അടുത്ത് ഡൗൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ ഇതിൽ വലിയ വീഴ്ചയായിരുന്നു തുടക്കത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ, പക്ഷേ ഇപ്പോൾ ഒന്ന് റിക്കവർ ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു റെഡിലേക്കാണ് അതും പോയിരിക്കുന്നത്. 2.5% ഒരു കറക്ഷനിലേക്ക് അതും പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നാലോ, നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി ഇപ്പോൾ തന്നെ റെഡിലേക്കാണ് വീണിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു 200 പോയിന്റ് ഡൗൺ ക്രിയേറ്റ് ചെയ്തത് വീണ്ടും റിക്കവർ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇനിയും മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ടൈമുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 7:45 ഇനി നാളെ രാവിലെ വരെ സമയമുണ്ട് ഈ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ വരുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് നാളെ മാത്രമേ അറിയാൻ സാധിക്കൂ. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ റെഡിലേക്ക് പോയതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വൺ ഡേ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഏറെക്കുറെ കണ്ടീഷൻ പ്രത്യേകിച്ച് വലിയ ആനക്കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ വരച്ചിരുന്ന ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയത് നല്ലൊരു കറക്ഷനിലേക്ക് വന്നു, താഴേക്ക് വരുന്നു, വീണ്ടും എങ്ങോട്ട് വരുന്നു, അതേ ട്രെൻഡ് ലൈനിന് മുകളിലേക്ക് തന്നെ വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് 23,800 എന്ന റേഞ്ചിലേക്ക് വരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കിയാലും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം അതും ഒരു ബെയറിഷ് രീതി തന്നെ കാഴ്ചവെക്കുന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടില്ലേ, ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയാലോ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ആ ബെയറിഷിലേക്ക് വന്നു. പക്ഷേ എന്താണ് ആ ദിവസം, അവസാന ദിവസം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവസാന ദിവസം എന്നാൽ ഇന്നലത്തെ ദിവസം, മുമ്പത്തെ ദിവസം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചു, പക്ഷേ മാർക്കറ്റിനെ സെല്ല് ചെയ്ത് താഴേക്കിടാൻ ശ്രമിക്കുന്നു. അതായത് നമ്മുടെ ട്രെൻഡ് ലൈനും താഴേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെയും ഒരു ബെയറിഷ് രീതി കാണുവാൻ സാധിക്കുന്നു. ഇനി മാർക്കറ്റ് ഏറെക്കുറെ ഒരു 48,400 എന്ന ഈ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 48,500 എന്ന ഈ ഒരു റേഞ്ചിനടുത്തേക്കൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണോ എന്നും തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കാരണം ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു അവസ്ഥയൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം 200 മൂവിംഗ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ശ്രമമാണോ മാർക്കറ്റ് നടത്തുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ നോക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ USD INR എന്നതാണ്. അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇന്നലെ നോക്കിയതായിരുന്നു. എങ്ങനെയായിരുന്നു? ഇന്നലെ നമ്മൾ വൺ ഡേ ചാർട്ട് ഇട്ട് നോക്കി. അതായത് ഇവിടെ വീക്കിലിയാണ്, നമുക്കതൊന്ന് മാറ്റാം. നേരെ നമുക്കത് ഒരു വൺ ഡേ ചാർട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വൺ ഡേ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ നോക്കൂ. ഇന്നലെ നല്ല രീതിയിൽ നമ്മൾ കഥകൾ പറഞ്ഞു. എന്താണ്? അതായത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്ന്. ഏതായിരുന്നു അത്? ഈ ബ്രേക്ക് എന്നാൽ ഈ ക്യാൻഡിലാണ്. കണ്ടില്ലേ? അതായത് ഈ ക്യാൻഡിൽ തൊട്ട് മുന്നേ ഉള്ള ഈ ചെറിയ ക്യാൻഡിൽ ഓൾറെഡി അത് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും അത് അത്ര നല്ലതല്ല നമ്മുടെ മാർക്കറ്റിന്. അതായത് US ഡോളർ പവർ ഉണ്ടാക്കുന്നു, നമ്മളുടെ ഇന്ത്യൻ റുപ്പീസിന്റെ പവർ കുറയുന്നു എന്ന് പറഞ്ഞു. അതിശക്തമായ രീതിയിൽ എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്? മുകളിലേക്ക് കുതിച്ചു വാങ്ങിയിരിക്കുന്നു. അതായത് ഒരു US ഡോളർ 84 രൂപ എന്ന റേറ്റിലേക്ക് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും FIS ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് സെല്ലിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? തീർച്ചയായിട്ടും ഇവിടെ നിന്ന് FIS സെല്ല് ചെയ്ത് പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. നമ്മുടെ മാർക്കറ്റിന് അനുകൂലകരമല്ലാത്ത ഒരു ഡേറ്റയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെ പലപ്പോഴും നമ്മൾ ഡേറ്റയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബെയറിഷിലേക്ക് വരാനുള്ള സാധ്യത നമ്മുടെ മാർക്കറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ പല ആളുകളും കമന്റിലൊക്കെ വന്ന് പറയുന്നതായിട്ട് കേട്ടു. ഞാൻ പല കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടമല്ല. കാരണം മാർക്കറ്റ് ബെയറിഷിലേക്ക് വരുമെന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടമല്ല. കാരണം അവരൊരു ബുൾ മാർക്കറ്റിനെ മാത്രം കണ്ടു വളർന്ന ആളുകളാണ്. മാർക്കറ്റിന് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. മാർക്കറ്റ് ബെയറിഷിലോട്ട് വരുന്നു എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ബുള്ളിഷിലോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ വെറുതെ കണ്ണടച്ചല്ല പറയുന്നത്. നമ്മൾ ഡേറ്റകൾ വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ ശരിയായിരിക്കാം, അല്പം തെറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ ഡേറ്റകൾ കഥ പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പക്ഷേ അതിന് എഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഡേറ്റകൾ എങ്ങനെ പറയുന്നു എന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലേക്കാണ്. അതായത് ഇന്ത്യയുടെ 10 ഇയർ ഗവൺമെന്റ് ബോണ്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞത് നോക്കൂ. അതായത് നമ്മളുടെ സ്റ്റോക്കിൽ നിന്നൊക്കെ ആളുകൾ വിറ്റൊഴിവാക്കിയ ശേഷം ബോണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിശക്തമായിട്ട് ബോണ്ട് ഈൽഡ് ഉയർന്നിരിക്കുന്നു. നമുക്ക് നേരെ ഇനി US കേസിലേക്ക് പോയാലോ. US കേസിലേക്ക് പോയി കഴിഞ്ഞാലും ഏറെക്കുറെ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും നടക്കുന്നത്. അവിടെ നല്ലൊരു സെല്ലിംഗ് എവിടെ നടക്കുന്നു? സ്റ്റോക്കിൽ നടക്കുന്നു. അത് ആളുകൾ അവിടുത്തെ ഗവൺമെന്റ് ബോണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? നമുക്ക് FISന്റെ ഓപ്ഷനിലുള്ള അവരുടെ ഒരു
ആ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ അവർ കോൾ ബൈ ചെയ്തേക്കുന്നത് 2 ലാഖിനാണ്. അത് ബുള്ളിഷ് ആണെന്ന് കൂട്ടിക്കോളും. പക്ഷേ ഇവിടെ അവർ പുട്ട് എന്താണ് ബൈ ചെയ്തേക്കുന്നത്? പുട്ട് ബൈ എന്ന് വെച്ചാൽ അത് ബെയറിഷ് ആണ്. നമുക്ക് ഒരു 4 ലാഖിനടുത്തുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓൾറെഡി FIS ബെയറിഷിലേക്ക് വന്നിരിക്കുന്നു ഓപ്ഷനിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് പോയാലോ, അവരിവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 6 ലക്ഷത്തിന് മുകളിലാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നല്ലൊരു ബെയറിഷിലേക്ക് അവർ വന്നിരിക്കുന്നു. പുട്ട് അവർ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 1 ലാഖ് സംതിങ് മാത്രമാണ്. തീർച്ചയായിട്ടും FISും പ്രോസും നല്ലൊരു ബെയറിഷിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നേരെ ക്ലയന്റിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ക്ലയന്റ് എന്താണോ ചെയ്യുന്നത് അതിന് അഗൻസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു. ക്ലയന്റ് ഇവിടെ നല്ലൊരു ബുള്ളിഷിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി ഉണ്ടെന്ന് ഇവിടെ ഡാറ്റ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വേഗത്തിൽ ഇത് പറയുന്നത് നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട എന്ന് വെച്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് കൂടി ഒന്ന് പോകാം. നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ നമ്മൾ എടുത്തില്ല. എന്തായിരിക്കും അത്? നമുക്കൊന്ന് നോക്കാം. നമ്മൾ ക്യാഷ് മാർക്കറ്റിലേക്ക് പോയില്ല. നമ്മൾ ക്യാഷ് മാർക്കറ്റിലേക്ക് പോയി നമുക്കൊന്ന് നോക്കാം എന്താണ് ഇന്ന് ഇവിടെ സംഭവിച്ചത്. ക്യാഷ് മാർക്കറ്റിൽ നോക്കൂ, FIS 10,000 കോടിക്കാണ് അവരിവിടെ സെല്ല് ചെയ്തേക്കുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ഒരു സെല്ലിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, FIS ഇവിടെ സെല്ല് ചെയ്തു, ശരിയാണ്. നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, DISന്റെ ഭാഗത്തോട്ട് വന്നേ, 9,000 കോടിക്ക് അവരവിടെ ബൈ ചെയ്തു. കണ്ടില്ലേ? അതായത് വലിയൊരു സെല്ലിംഗ് FISന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിലും നമ്മളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഇവിടെ DIS ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഇവിടെയുള്ള നമ്മളുടെ മ്യൂച്വൽ ഫണ്ടും അതുപോലുള്ള ആളുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം നമ്മളൊക്കെ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുന്ന പൈസ തീർച്ചയായിട്ടും അവർക്ക് ബൈ ചെയ്യണം, അല്ലേ? അപ്പോൾ അവർ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഈ സപ്പോർട്ട് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള ക്രാഷിലേക്കൊക്കെ പോകുന്ന കണ്ടീഷനിലേക്ക് വരും. അതാണ് നമ്മുടെ മാർക്കറ്റ് പലപ്പോഴും ആ ഒരു സ്ട്രെങ്ത് നിലനിർത്തി പോകുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഡാറ്റയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നേരെ ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നാലോ. ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും അവർ മാർക്കറ്റിനെ താഴേക്ക് ഇടുന്ന രീതിയിലാണ് വരുന്നത്. അവർ ലോങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ബെയറിഷ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. DISന്റെ കേസിലേക്ക് നമ്മൾ DISനെ പൊതുവെ നോക്കാറില്ല, എങ്കിലും നോക്കിയെന്നേ ഉള്ളൂ. DIS പൊതുവെ ഓപ്ഷനിൽ നിന്നും അവരുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. പക്ഷെ അവർ ഓൾറെഡി ബെയറിഷ് ആണ്. പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലും പ്രോസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്, പ്രത്യേകിച്ച് അവരുടെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ക്ലയൻസിന്റെ കേസിലേക്ക് വന്നാലും അവർ ബെയറിഷ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ മനസ്സിലാക്കി തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഒരിക്കലും മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കരുത്. അതായത് ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നൊരു ചൊല്ലുണ്ട്. അതായത് നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ചൊല്ലാണ് ട്രെൻഡ് ഈസ് ഫ്രണ്ട്. ട്രെൻഡ് എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ പോകാൻ നോക്കുക. മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട് പോകാതിരിക്കുക. മാർക്കറ്റ് ഇപ്പോൾ ബെയറിഷ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഒരു തിരിച്ചൊരു പോക്ക് അല്ലെങ്കിൽ ട്രെൻഡ് വീണ്ടും തിരിയുന്നു എന്ന് കാണുന്ന ഒരു രീതി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ കാണുമല്ല, നമ്മൾ ഡേറ്റകളും കാര്യങ്ങളും ന്യൂസുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പഠിക്കുക. നമ്മൾ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് OA ബിൽഡപ്പിലേക്കാണ്. OA ബിൽഡപ്പിലേക്ക് വരുമ്പോൾ അതിരസകരമായ കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് 24,000 പലപ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോൾ പോലും ഇവിടെ 24,100 എന്ന ഏരിയയിൽ പുട്ട് ബിൽഡപ്പ് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് 24,100 എന്ന റേഞ്ചിലേക്ക് പുട്ട് ബിൽഡപ്പ് കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും പ്രോസിന്റെ ഒരു സപ്പോർട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പോയി നോക്കാം ഇന്നത്തെ ദിവസം എന്താണ് മൊത്തത്തിൽ സംഭവിച്ചതെന്ന്. ഇന്ന് ഫുൾ ഡേ എടുത്ത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, നല്ല രീതിയിലുള്ള കോൾ സെല്ലേഴ്സ് ഇവിടെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 24,100 നിന്നും ഒരു ചെറിയ അൺവൈൻഡിങ്ങും തുടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് രീതി തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന സത്യം തന്നെയാണ്. പക്ഷേ 24,000 പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ സാധിക്കും. 24,000 പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് ശക്തമായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല ബെയറിഷിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നത് സത്യം തന്നെയാണ്. നമുക്ക് ആ ഒരു ചേഞ്ചസ് തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ, പുട്ട് ബിൽഡപ്പ് നല്ല രീതിയിൽ അൺവൈൻഡിങ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കണ്ടില്ലേ? ഇവിടെ ഞാൻ ഒന്നുകൂടി അത് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് പുട്ട് ബിൽഡപ്പാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നോക്കൂ, അൺവൈൻഡിങ് നടന്നിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? 24,100 നിന്നാണ് ശരിക്കും അൺവൈൻഡിങ് നടന്നിരിക്കുന്നത്. പക്ഷേ 24,000 നിന്നും ചെറിയ രീതിയിൽ ഒരു അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമ്മളുടെ ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ച് 23,800 ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ
തീർച്ചയായിട്ടും അത്ര സ്ട്രെങ്ത് ഒന്നും പോരാ എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ 24,000 എന്ന് നമുക്ക് വേണമെങ്കിൽ തത്വത്തിൽ പറയാം. 24,000 ശക്തമായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ബെയറിഷിലോട്ട് മാർക്കറ്റ് വരുന്നു എന്നത് സത്യം തന്നെയാണ്. പിന്നെ ഉള്ള തത്വത്തിലുള്ളത് 23,800 എന്നത് അത് തത്വത്തിലുള്ള ഒരു ഏരിയ മാത്രമല്ല, അല്ലെങ്കിൽ ടെക്നിക്കലി ഉള്ള ഏരിയ മാത്രമാണ്. അത് എങ്ങനെയാണ് സപ്പോർട്ട് എടുക്കുമോ അതോ ബ്രേക്ക് ചെയ്യുമോ എന്നൊന്നും നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പലപ്പോഴും വീഡിയോ ഡിലേ ആക്കാറുണ്ടായിരുന്നു, പക്ഷേ അത് ഡിലേ ആക്കാതെ ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇനി കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറയാത്തൊരു കാര്യമാണ്, പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഈ ചാനൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ ഈ വരുന്നത് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.